അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ ഏറ്റവും അവസാന ക്ലാസ്സിലാണ് നാം ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അസസ്മെൻറ്റുകളൊക്കെ അതത് ക്ലാസ്സുകളിലൂടെ നാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൻ്റെ അസസ്മെൻറ്റും ഇൻഷാ അല്ലാഹ് നാം ക്ലാസ്സിനിടയിൽ വെച്ച് പറയും. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഉണർത്തുന്നു. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇതിലും നാം ഒരു സംഭാഷണമാണ് കൊടുത്തത്. ഇത് കൊടുത്തത് എയർപോർട്ടിലുള്ള രണ്ട് തരം സംഭാഷണങ്ങൾ മെർജ് ചെയ്തിട്ടുള്ള ഒരു സംഭാഷണമാണ് കൊടുത്തത്. അറ്റ് ചെക്ക് ഇൻ കൗണ്ടർ, നമ്മൾ സ്വാഭാവികമായിട്ടും ഗൾഫിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ തിരിച്ച് വരുമ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിൽ ചിലപ്പോൾ അറബി ഉദ്യോഗസ്ഥരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരോട് നമുക്ക് ചിലപ്പോൾ അറബിയിലൊക്കെ സംസാരിക്കണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കഴിയും. അറ്റ് ദ ചെക്ക് ഇൻ കൗണ്ടർ, ചെക്ക് ഇൻ കൗണ്ടറിലാണ് നാം ഉള്ളത്. അവർ കൊളോക്കിയൽ സംസാരിക്കുകയാണെങ്കിലും നാം ശരിക്കുള്ള അറബി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് തിരിയും. ഓക്കെ, അറ്റ് ദ ചെക്ക് ഇൻ കൗണ്ടർ ഇൻ ദ മക്തബി തസ്ജീലി ദുഖൂൽ. അപ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിന് എന്താ പറയുക? കൗണ്ടറിന് മക്തബ്, ചെക്ക് ഇൻ എന്നുള്ളതോ തസ്ജീലു ദുഖൂൽ. നാം അവിടെ ചെക്ക് ഇന്നും ചെക്ക് ഔട്ടും ആണല്ലോ. ഒന്ന് തസ്ജീലു ദുഖൂലാണ്, ഒന്ന് തസ്ജീലുൽ ഖുറൂജ് ആയിരിക്കും. ദുഖൂൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, ഖുറൂജ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇൻ ദ മക്തബി തസ്ജീലി ദുഖൂൽ, ചെക്ക് ഇൻ കൗണ്ടറിൽ ഉള്ള ഒരു സംഭാഷണമാണ് നടക്കുന്നത്. എംപ്ലോയി, അവിടുത്തെ ഉദ്യോഗസ്ഥൻ: ഹലോ, ഡു യു ഹാവ് യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ്? താങ്കളുടെ കൈവശം പാസ്പോർട്ടും ടിക്കറ്റും ഉണ്ടോ? കാര്യമായിട്ട് ഫസ്റ്റ് ചോദ്യം അതായിരിക്കും ഉണ്ടാവുക. ഡു യു ഹാവ് യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ്, അല്ലെ എവിടെയാണ് പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ് എന്നുള്ളതിന് അറബിയിൽ എന്താ പറയുക? ഒക്കെ നിങ്ങൾക്കറിയാം. പാസ്പോർട്ട് ടിക്കറ്റിനൊക്കെ നിങ്ങൾക്കറിയാം. അൽ മുവല്ലഫ്: മർഹബൻ, ഹൽ ലദൈക ജവാസു സഫർ വ തദ്കിറത്തു സഫർ. ഹൽ ലദൈക ജവാസു സഫർ വ തദ്കിറത്തു സഫർ. ഒന്ന് ജവാസ് സഫർ പാസ്പോർട്ട്, തദ്കിറത്ത് ടിക്കറ്റ്, ടിക്കറ്റ് ഓഫ് ജേണി എന്നുണ്ടാവും. ശരിക്കും അതാണ് തദ്കിറത്തു സഫർ എന്ന് കൊടുക്കുന്നത്. ഹൽ ലദൈക ജവാസു സഫർ വ തദ്കിറത്തു സഫർ. വേണമെങ്കിൽ നിങ്ങൾ തദ്കിറത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. തദ്കിറത്തു സഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായ രീതിയാണ് തദ്കിറത്തു സഫർ. ഓക്കെ. പാസഞ്ചർ: യെസ്, ഹിയർ ദേ ആർ. ദാ എൻ്റെ കൈവശതാക്കണ രണ്ടെണ്ണം എന്ന് നമ്മൾ പറയല്ലോ. അതിന് അറബിയിൽ എന്ത് പറയും? അൽ മുസാഫിർ: നഅം ഹാ ഹുമ. ഹാ ഹുമ, ഇവിടെ ഇതാക്കണം ഈ രണ്ടെണ്ണം, പാസ്പോർട്ടും ടിക്കറ്റും ഇതാക്കണം എന്ന് നമ്മൾ പറയല്ലോ. ഹാ എന്നാണ് ഹിയർ, ഹുമ ഈ രണ്ടെണ്ണം. എംപ്ലോയി: ഡു യു ഹാവ് എനി ലഗേജ് ടു ചെക്ക് ഇൻ? നിങ്ങൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണോ വന്നത്, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ലഗേജ് ചെക്ക് ഇൻ ചെയ്യാനുണ്ടോ? ഡു യു ഹാവ് എനി ലഗേജ് ടു ചെക്ക് ഇൻ, ചെക്ക് ചെയ്യാനുണ്ടോ? അൽ മുവല്ലഫ്: ഹൽ ലദൈക അംതിയത്തുൻ ലിശ്ശഹൻ. ഹൽ ലദൈക അംതിയത്തുൻ ലിശ്ശഹൻ, എന്തെങ്കിലും ലഗേജുകൾ ചെക്ക് ചെയ്യാനുണ്ടോ? അൽ മുവല്ലഫ്: ഹൽ ലദൈക അംതിയത്തുൻ ലിശ്ശഹൻ. പാസഞ്ചർ: യെസ്, ഐ ഹാവ് വൺ സ്യൂട്ട് കേസ്. എൻ്റെ അടുത്ത് എന്തുണ്ട്? ഒരു സ്യൂട്ട് കേസ് ഉണ്ട്. അപ്പോൾ ഇതിലുള്ള അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മെർജ് ചെയ്ത സംഗതികളാണല്ലോ. അപ്പോൾ രണ്ടെണ്ണം ഈ ഒരു പാർട്ടെന്നും രണ്ടെണ്ണം മറ്റൊരു പാർട്ടെന്നുമാണ് എഴുതേണ്ടത്. ഇതിലെഴുതേണ്ട ഒരു പാർട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു ഡയലോഗും അതിൻ്റെ അപ്പുറത്തുള്ളതോ ഇപ്പുറത്തുള്ളതോ ആയ ഒരു ഡയലോഗും നിങ്ങൾക്ക് എഴുതാം. ഹൽ ലദൈക അംതിയത്തുൽ ലിശ്ശഹൻ, ലഗേജ് ചെക്ക് ഇൻ ചെയ്യാനുണ്ടോ? ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഡയലോഗ് എഴുതാം, അല്ലെങ്കിൽ ശേഷമുള്ള ഡയലോഗ് എഴുതാം. യെസ്, ഐ ഹാവ് വൺ സ്യൂട്ട് കേസ്. എനിക്കൊരു സ്യൂട്ട് കേസ് ഉണ്ട്. അൽ മുസാഫിർ: നഅം ലദയ്യ ഹഖീബത്തുൻ വാഹിദ. എനിക്കെന്താ ഉള്ളത്? ഒരു സ്യൂട്ട് കേസാണ് എൻ്റെ കൈവശമുള്ളത്. ലദയ്യ ഹഖീബത്തുൻ വാഹിദ. എംപ്ലോയി: ഓക്കെ, ദ വെയ്റ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ്. ദ വെയ്റ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ്. ചെക്ക് ചെയ്ത് നോക്കി, ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ 15 കിലോ ആണെങ്കിൽ 15, 25 ആണെങ്കിൽ 25, അതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഹിയർ ഈസ് ദ യുവർ ബോർഡിംഗ് പാസ്. അപ്പോൾ അത് രണ്ടും ചെക്ക് ചെയ്താൽ പിന്നെ എന്ത് കൊടുക്കും? ബോർഡിംഗ് പാസ് കൊടുക്കുമല്ലോ. ഹിയർ ഈസ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് യുവർ ഗേറ്റ് നമ്പർ ഈസ് 20.
12 സോറി, നിങ്ങളുടെ ഗേറ്റ് നമ്പർ എത്രയാണ്? 12 ആണ്. ഓക്കെ, ദ വെയിറ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ്. ഹിയർ ഈസ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് യുവർ ഗേറ്റ് ഈസ് നമ്പർ 20. ആൻഡ് ഇല്ല കേട്ടോ, യുവർ ഗേറ്റ് നമ്പർ ഈസ് 20, സോറി 12. നെക്സ്റ്റ്, അൽ മുവല്ലഫ് ഹസനൻ അൽ വസ്നു മസ്മുഹൻ ബിഹി. ദ വെയിറ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ്, അതായത് അലോഡാണ്. മസ്മുഹിൻ്റെ ശരിക്കും വാക്കർത്ഥം അലോഡാണ്. താങ്കളുടെ ഭാരം, താങ്കളുടെ ലഗേജിൻ്റെ ഭാരം എന്താണ്? അലോഡാണ്, കുഴപ്പമില്ല. ഹാ ഹിയ ബിതാഖത്തു സുഊദ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ബോർഡിംഗ് പാസ്. ഹാ ഹിയ ബിതാഖത്തു സുഊദ് ഇല തായിറ, ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ബിതാഖത്ത് കാർഡാണ്, പാസ്സാണിത്. ഹാ ഹിയ ബിതാഖത്തു സുഊദി ഇല തായിറ. ബവ്വാബത്തുക റഖ്മ് 12, താങ്കളുടെ ഗേറ്റ് നമ്പർ എത്രയാണ്? 12ാമത്തെ ഗേറ്റിലൂടെയാണ് താങ്കളുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ കഴിയുക. അപ്പോൾ 12ാമത്തെ ഗേറ്റിൻ്റെ അവിടേക്ക് പോയാൽ മതി. ബവ്വാബത്ത്, ഗേറ്റിനെന്ന് പറഞ്ഞു ബവ്വാബത്ത്, ബാബ് എന്നല്ല, ബവ്വാബത്ത്. ബവ്വാബത്തുക റഖ്മ് 12, 12 ആണ്. പാസഞ്ചർ, താങ്ക് യു വെരി മച്ച്, താങ്കൾ തന്ന ഇൻഫർമേഷൻ വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്, താങ്കളുടെ ഇൻഫർമേഷൻ വളരെയധികം ഉപകാരപ്രദമായ ഇൻഫർമേഷനാണ്. ഓക്കെ. അൽ മുസാഫിർ ശുക്രൻ ജസീല, അൽ മുസാഫിർ ശുക്രൻ ജസീല, ഒരുപാട് നന്ദി ഉണ്ട് എന്നുള്ള അർത്ഥം. നെക്സ്റ്റ്, അടുത്തൊരു പാർട്ടാണ് ഗോയിങ് ത്രൂ സെക്യൂരിറ്റി, അതായത് അവിടെ ചെക്കപ്പ് ഉണ്ടാകും. അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻ ദ തഫ്തീഷിൽ അംനി, ഗോയിങ് ത്രൂ സെക്യൂരിറ്റി, സെക്യൂരിറ്റി ചെക്കപ്പ് എന്നുണ്ടാകും. അപ്പോൾ ചെക്കപ്പിന് തഫ്തീഷ്, സെക്യൂരിറ്റി അൽ അംനി. അപ്പോൾ ഗോയിങ് ത്രൂ എന്നുള്ളതിന് അറബി എന്ത് പ്രയോഗിച്ചു? ഇൻ ദ തഫ്തീഷിൽ അംനി. അപ്പോൾ അവിടെ നടക്കുന്ന സംഭാഷണങ്ങളാണ് കൊടുക്കുന്നത്. എംപ്ലോയി, പ്ലീസ് പ്ലേസ് യുവർ ബാഗ് ഓൺ ദ കൺവെയർ ബെൽറ്റ് ആൻഡ് റിമൂവ് എനി മെറ്റൽ ഐറ്റംസ്. താങ്കളുടെ എല്ലാ ബാഗും എവിടെ വെക്കുക? കൺവെയർ ബെൽറ്റിൽ വെക്കണം. ഇങ്ങനെ പോകുന്ന കൺവെയർ ബെൽറ്റ് ഉണ്ടാവുമല്ലോ, ഫ്ലൈറ്റിൽ പോയ ആളുകൾക്ക് തിരിയാൻ മതിയോ, കൺവെയർ ബെൽറ്റ് ഉണ്ടാകും. ആൻഡ് റിമൂവ് എനി മെറ്റൽ ഐറ്റംസ്, താങ്കളുടെ കൈവശം എന്തെങ്കിലും മെറ്റൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. നമ്മൾ വാച്ച്, പേഴ്സ്, അങ്ങനത്തെ സംഗതികളൊക്കെ എന്താ വേണ്ടി വരും? മാറ്റി വെക്കേണ്ടി വരും. അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അൽ മുവല്ലഫ്, മിൻ ഫളലിക് ള ഹഖീബതക അല സൈരി വൻസ അയ്യ മആദി. മിൻ ഫളലിക്, പ്ലീസ്, ള ഹഖീബതക്, പ്ലേസ് യുവർ ബാഗ്, താങ്കളുടെ ബാഗ് താങ്കൾ വെക്കണം. അല സൈരി, സൈറാണ് കൺവെയർ ബെൽറ്റ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് വരാം സൈർ, കൺവെയർ ബെൽറ്റ്. അപ്പോൾ കൺവെയർ ബെൽറ്റിൽ എന്ത് ചെയ്യണം? ബാഗ് അവിടെ വെക്കണം. വൻസ അയ്യ മആദി, താങ്കളുടെ കൈവശം എന്തെങ്കിലും മആദിനുണ്ടെങ്കിൽ, എന്തെങ്കിലും മെറ്റൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം, ഊരി വെക്കണം. വൻസ എന്ന് പറഞ്ഞാൽ റിമൂവ്, ഊരി വെക്കുക. അയ്യ മആദിൻ, മആദിൻ എന്ന് പറഞ്ഞാൽ മെറ്റൽസ്. അയ്യ മആദിൻ, മെറ്റൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊരി വെക്കണം. പാസഞ്ചർ, ഡു ഐ നീഡ് ടു ടേക്ക് ഓഫ് മൈ ഷൂസ് ആസ് വെൽ. എൻ്റെ ഷൂ ഞാൻ ഊരി വെക്കണോ എന്ന് ചില ആൾക്കാർ അങ്ങോട്ട് വെറുതെ ചോദ്യം ചോദിക്കുമല്ലോ, അതേമാതിരി ഇയാൾ ചോദിക്കുക, ഡു ഐ നീഡ് ടു ടേക്ക് ഓഫ് മൈ ഷൂസ് ആസ് വെൽ, എൻ്റെ ഷൂ ഞാൻ ഊരി വെക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി അൽ മുസാഫിർ, സോറി അതിൻ്റെ ചോദ്യം തന്നെ അറബിയിൽ, ഹൽ മുസാഫിർ ഹൽ അലയ്യ ഹിൽ ഉൽ ഹിദാഇ ഐള, എൻ്റെ ഹുൽ ആണ്, ഹൽ അലയ്യ ഹുൽ ഉൽ ഹിദാഇ ഐളൻ, ചെരുപ്പ് കൂടി, ഷൂ കൂടി. ഹിദായിന് ഷൂ എന്നാണ്, ഹുൽ എന്ന് പറഞ്ഞാൽ ഊരി വെക്കുക, ടേക്ക് ഓഫ്. എൻ്റെ മേൽ നിർബന്ധമാണോ ചെരുപ്പ് മൂരി വെക്കൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് മറുപടി വരുന്നത് ചെരുപ്പ് ഊരി വെക്കണം, വാച്ച് ഊരി വെക്കണം. യെസ് പ്ലീസ്, ആൻഡ് യുവർ വാച്ച് ടു, നിങ്ങളുടെ വാച്ചും എന്താണ് മൂരി വെക്കണം. അൽ മുവല്ലഫ്, നഅം മിൻ ഫളലിക്, പ്ലീസ്. അവിടെ വളരെ പൊളൈറ്റായിട്ടാണ് അവർ സംസാരിക്കുക, മിൻ ഫളലിക്, പ്ലീസ്. വസ്സഅത്ത് ഐള, പിന്നെ എന്ത് ഊരി വെക്കണം? വാച്ച് ഊരി വെക്കണം. സാത്ത്, വാച്ച്, സമയത്തിനും സാത്ത് എന്ന് പറയും, മണിക്കൂറിനും സമയം വാച്ച് എന്ന് പറയും, ഒക്കത്തിനും സാത്ത് എന്നാണ് പറയാം.
സാത്ത് അറബിയിൽ മണിക്കൂർ, സമയം, പിന്നെ ക്ലോക്ക്, പാസഞ്ചർ. ഓക്കെ. അൽ മുസാഫിർ ഹസനൻ. ഓക്കെ എന്ന് പറയും. യു മേ പാസ് നൗ, താങ്ക് യു. യു മേ പാസ് നൗ, താങ്ക് യു. താങ്കൾക്ക് ഇപ്പോൾ എന്താവാം, കടന്നു പോകാം, താങ്കളുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, താങ്ക് യു. അൽ മുവല്ലഫ് യുംകിനുക്കൽ ഉബൂറുൽ ആൻ, ശുക്രൻ ലക്. ഇവിടെയും ആ അത്ഭുത ചിഹ്നം ലാസ്റ്റാണ് കൊടുക്കേണ്ടത്, ശുക്രൻ ലക്. യുംകിനുക്കൽ ഉബൂറുൽ ആൻ, ഉബൂർ എന്ന് പറഞ്ഞാൽ വിട്ട് കിടക്കൽ. യുംകിനുക്ക താങ്കൾക്ക് കഴിയും, അൽ ഉബൂറുൽ ആൻ ഇപ്പോൾ വിട്ട് കിടക്കാൻ കഴിയും, അൽ ഉബൂറു അൽ ആൻ ഇപ്പോൾ വിട്ട് കിടക്കാൻ കഴിയും. പാസഞ്ചർ, പാസഞ്ചർ പറഞ്ഞു താങ്ക്സ്, വളരെയധികം നന്ദി. അൽ മുസാഫിർ ശുക്രൻ, വളരെയധികം നന്ദി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ട്രാൻസ്ലേഷൻ കോഴ്സ്. ഒരു ബൃഹത്തായ, വളരെയധികം ദിവസങ്ങൾ നീണ്ട, പല ക്ലാസ്സുകളും ഓഫ്ലൈൻ ആയിരുന്നു, ചിലതൊക്കെ ഓൺലൈനാക്കി മാറ്റേണ്ടി വന്നു. നമ്മളുടെ കോളേജിലെ സമയ ദൗർലഭ്യവും മറ്റുള്ള പീരീഡുകൾ അനുവദിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മളുടെ ട്രാൻസ്ലേഷൻ കോഴ്സ് വളരെ വിജയകരമായി അതിൻ്റെ ക്ലാസ്സുകൾ പൂർത്തീകരിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പേഴ്സണലായിട്ടും അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിലൂടെയുമൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അസസ്മെൻ്റ് ആദ്യം ചെയ്യുക. അസസ്മെൻ്റ് ഒരു തരം പഠിക്കലാണ്, കൃത്യമായി സ്വന്തമായി ചെയ്താൽ അത് തന്നെ മതി പഠിക്കാൻ. അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നല്ല ഉന്നതമായ വിജയം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നേടണം. കോഴ്സിൽ നിങ്ങൾക്ക് അതിൽ ഗ്രേഡ് ഉണ്ടാകും, ആ ഗ്രേഡ് അതിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നോക്കുക. കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ കുറച്ച് ചെറിയ സെൻറ്റൻസുകൾ കൊടുത്തിട്ട്, ഇതിൽ പറഞ്ഞ സെൻറ്റൻസുകൾ തന്നെ കൊടുത്തിട്ട് വാക്കുകൾ കൊടുത്ത് ഇംഗ്ലീഷ് അറബി ആക്കാൻ, അറബി ഇംഗ്ലീഷ് ആക്കാൻ ഉണ്ടാകും. പിന്നെ ഏതെങ്കിലും ഒരു ലെങ്തി ആയിട്ടുള്ള സംഭാഷണം, ഏതെങ്കിലും ഒരു സംഭാഷണം എഴുതാൻ പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദാഹരണം എയർപോർട്ടിലുള്ള സംഭാഷണം, അല്ലെങ്കിൽ ഹോട്ടലുള്ള സംഭാഷണം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു 3-4 ഏരിയ കൊടുത്തിട്ട് ഇതിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ വളരെ വൃത്തിയിൽ പഠിക്കുക. ഇനിയും ഉയർന്ന് പഠിക്കണം. ഇതിൽ നാം കൊളോക്കിയലുകൾ നാം ഉപയോഗിച്ചിട്ടില്ല, അതിന് നമുക്ക് വേറെ തന്നെ ഒരു ക്ലാസ് വെക്കേണ്ടി വരും. സ്പോക്കൺ അറബിയാണ് അത് വരുന്നത്. ഇത് നമ്മൾ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് കൊളോക്കിയൽ എന്ന് പറയുന്ന ഭാഗത്തെ നാം എന്താക്കിയിട്ടില്ല, മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ എൻറോൾ ചെയ്തതുകൊണ്ട് കൂടുതൽ പ്രാക്ടിക്കൽ നമ്മളുടെ ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഓരോ പറഞ്ഞ ടിപ്സുകൾ ക്ലാസ്സുകൾ എടുത്തിട്ട് അത് നിങ്ങൾ പെയറായിട്ടോ ഗ്രൂപ്പായിട്ടോ തിരിഞ്ഞിട്ട് പ്രാക്ടീസ് സ്വയം ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരമുണ്ടാകും. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതേപോലെയുള്ള വീഡിയോസ് കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയുള്ള ഒഴിവ് സമയങ്ങളിൽ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ ചാനലിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ നന്നാവും. ആർക്കെങ്കിലും ഒക്കെ ഉപകാരം കിട്ടുമല്ലോ. ശുക്രൻ ലക്കും അലാ ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.